ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി പദ്ധതികളിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിവുള്ള ഒരു താരമാണ് ഹർഷിത് റാണ. നമ്പർ 8 അല്ലെങ്കിൽ 9 പൊസിഷനിൽ ബാറ്റിംഗിന് ഇറങ്ങി 1-2 സിക്സ് നേടാനും പഴയ പന്ത് കൊണ്ട് ബൗൺസർ എറിഞ്ഞ് വിക്കറ്റ് എടുക്കാനും ടീം ആശ്രയിക്കുന്ന ഒരു കളിക്കാരനാണ് റാണ. നിതീഷ്, ദുബെ, ഹാർദിക് തുടങ്ങിയവരെല്ലാം ബാറ്റിംഗ് ഓൾറൗണ്ടർമാരാണ് എന്ന് കണക്കിലെടുക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ലോകകപ്പിൽ ഇന്ത്യ സെക്കൻഡ് സീമറായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന താരമാണ് റാണ. റാണയുടെ ബൗളിംഗ് റോൾ ചെയ്യാൻ കഴിവുള്ള മറ്റൊരു ബൗളർ പ്രസിദ്ധ് കൃഷ്ണയാണ്. സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ എക്സ്ട്രാ ബൗൺസ് ലഭിക്കുന്ന ബൗളർമാരെ കളിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം ഹാർദിക് എല്ലാ മത്സരങ്ങളിലും ബോൾ ചെയ്യണമെന്നില്ല എന്നതും പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2020 ഏഷ്യ കപ്പിൽ പരിക്ക് കാരണം ഹാർദിക്കിന് ഫൈനൽ നഷ്ടപ്പെട്ടത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. 23 ഫൈനലിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നഷ്ടം ഹാർദിക്കിന്റെ പരിക്കായിരുന്നു. അത് ആവർത്തിക്കാതിരിക്കാൻ ടീം ശ്രമിക്കുകയാണ്. ആ ലോകകപ്പിൽ ജഡേജ സ്ഥിരമായി കളിക്കാൻ സാധ്യത കുറവാണ്. കുൽദീപ്, വരുൺ എന്നിങ്ങനെ ഒരു ലെഗ് സ്പിന്നർ കോംബോയാണ് ഇന്ത്യ അവിടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ജഡേജ, അക്സർ, സുന്ദർ എന്നിവരിൽ 2 പേർ സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.